വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. അതായത് പ്രകൃതിയും മനുഷ്യനെയും യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഹിന്ദുമതത്തിൻ്റെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, പ്രധാന ലക്ഷ്യം, പ്രധാന രീതി. അവരവരുടെ രാജ്യത്തിന് വേണ്ടി അവരവരുടെ സംസ്കാരത്തിന് വേണ്ടിയും മാത്രം പ്രവർത്തിക്കുമ്പോൾ കൂടുതലായി ഞാൻ ഈ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വളരെ ചുരുങ്ങി സംസാരിക്കണമെന്ന് ആണ് നമ്മുടെ ഉദ്ദേശം. ഇന്നത്തെ നമ്മുടെ യോഗാധ്യക്ഷൻ ചന്ദനക്കാവ് NSS കരയോഗം നമ്പർ 3645 പ്രസിഡന്റ് ശ്രീ KG പിള്ള അവർകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പ്രഭാഷകൻ ശ്രീ ഡോക്ടർ N ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, MSc അപ്ലൈഡ് കെമിസ്ട്രി, MA എന്നിങ്ങനെ അനവധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന പേരുകേട്ട സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ഒരു പേരുകേട്ട വാഗ്മിയാണ്. അദ്ദേഹം 1928 ലഭിച്ചു. MSc അപ്ലൈഡ് കെമിസ്ട്രി 1984 ലഭിച്ചു. D.Litt സംസ്കൃതത്തിൽ ശാസ്ത്രം 2002. അദ്ദേഹം തന്നെ ഒരുപക്ഷെ ഏതൊക്കെ ബിരുദങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഓർമ്മിക്കുന്നുണ്ടാവുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ സംശയം ഉണ്ടാവാം. കാരണം അത്രയധികം ബിരുദങ്ങൾ, 10ലധികം ശാസ്ത്ര ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. 7 പേറ്റൻറ്റുകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ശാസ്ത്ര ഗവേഷണത്തിന് നേടിയ അനവധി അവാർഡുകൾ, 6ലധികം അവാർഡുകൾ അദ്ദേഹത്തിന് ഉണ്ട്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമായി നേടിയിട്ടുള്ള ശാസ്ത്രം പ്രചരിപ്പിച്ചതിനുള്ള 9 അവാർഡുകളെങ്കിലും അദ്ദേഹത്തിനുണ്ട്. 1000-ലധികം പ്രഭാഷണങ്ങൾ, ഇന്ത്യക്കകത്തും വിദേശത്തുമായി 200 മണിക്കൂറിലധികം പ്രസംഗങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ്. ഡോക്ടർ N ഗോപാലകൃഷ്ണൻ വിദേശത്തുമുള്ള പല സർവകലാശാലകളിലും പ്രസംഗ പരമ്പരകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കാനഡയിൽ ഒരു ഫെലോ ആയിരുന്നു. ഡോക്ടർ ഗോപാലകൃഷ്ണൻ പല ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും കൽപ്പിത സർവകലാശാല നിലവാരത്തിലുള്ള നാഷണൽ ഹെറിറ്റേജ് സെൻ്റർ സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നായർ സർവീസ് സൊസൈറ്റി, ആധ്യാത്മിക പഠന കേന്ദ്രം, HRD സെൽ ഇതുപോലുള്ള പ്രഭാഷണങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഒരു ദുഃഖം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യുവതലമുറ ഇതിലൊന്നും തന്നെ ആകൃഷ്ടരാകുന്നില്ല, അവരൊന്നും ഇതിൽ കാര്യമായി പങ്കെടുക്കുന്നില്ല. അതിനൊരു പരിധി വരെ നമ്മുടെ മാതാപിതാക്കളാണ് ഉത്തരവാദിയെന്ന് ഞാൻ പറയുകയാണ്. കാരണം മാതാപിതാക്കൾ വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ ഈ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളിലേക്കോ അതുപോലെ HRD സെല്ലിൻ്റെ പരിപാടികൾക്കോ പങ്കെടുപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മളിവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ട്യൂഷനുണ്ട്, അവർക്ക് മറ്റ് ക്ലാസ്സുകളുണ്ട്, കോച്ചിങ് ക്ലാസ്സുണ്ട്. പക്ഷേ ഇതെല്ലാം ആവശ്യമാണ്, അല്ലെന്നല്ല പറയുന്നത്. പക്ഷേ വെറും കടലാസിലുള്ള ഡിഗ്രി കൊണ്ട് നമ്മുടെ സംസ്കാരത്തെയോ നമ്മുടെ പൈതൃകത്തെയോ സമൂഹത്തിന് നന്മ ചെയ്യുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള പ്രഭാഷണങ്ങളിൽ, മറ്റ് ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളിൽ HRD സെല്ലിൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അവരെ നല്ല പൗരന്മാരാക്കി, ഭാവിയിലെ നല്ല പൗരന്മാരാക്കി മാറ്റാൻ ഉതകുത്ത വിധം മാതാപിതാക്കൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഔന്നത്യം എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ആദരവുമായി തന്നെ ഞാൻ ആദ്യം തന്നെ കരുതുന്നു. അതിന് ഞാൻ ചന്ദനക്കാവ് കരയോഗത്തിനോടും അതിൻ്റെ ഭാരവാഹികളോടും എൻ്റെ കൃതജ്ഞത ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്നത്തെ ഈ വിഷയത്തിൽ ഇവിടെ നമുക്ക് പ്രഭാഷണം നൽകുന്നതിനെ എത്തിച്ചേർന്നിരിക്കുന്ന ലോകപ്രശസ്തനായ ഗോപാലകൃഷ്ണൻ സാറിനെ സംബന്ധിച്ച് വളരെ വിശദമായൊരു ഇൻട്രഡക്ഷൻ നൽകി കഴിഞ്ഞു. അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായ ഒരു വിഷയമാണ് ഇന്ന് അദ്ദേഹം ഇവിടെ നമുക്ക് മുമ്പിൽ സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും പറഞ്ഞതുപോലെ കുറ്റങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗുരുനാഥൻ ആവശ്യപ്പെട്ടപ്പോൾ വിരൽ മുറിച്ചു കൊടുത്ത ഭാരതത്തിൽ അതേ ഗുരുനാഥൻ്റെ കൈപ്പത്തി വെട്ടുന്ന സംസ്കാരത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ ഭാരതം. എവിടെയാണ് മൂല്യച്യുതി സംഭവിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് കുറേ കൂടി ചെറുപ്പക്കാരായ നമ്മുടെയൊക്കെ മക്കൾ ഇന്നത്തെ വേദിയിൽ വരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളെക്കാൾ ഉപരി അവരാണ് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇനി അറിയാനുള്ളത്. അവരാണ് ഇനിയും നമ്മുടെ ഭാരതത്തെ മുമ്പോട്ട് നയിക്കേണ്ട ശക്തി. ആ തരത്തിൽ
ഇന്ന് സമരങ്ങളുടെ കാലഘട്ടമാണ്. നമുക്കറിയാം, സത്യാഗ്രഹ സമരത്തിൽ തുടങ്ങി, നിരാഹാരത്തിൽ തുടങ്ങി, ഖെരാവോയും പിക്കറ്റും സായുധ സമരവും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ചുംബന സമരത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഭാരതം. ഇനി അടുത്തത് എന്താണെന്നാണ് നമ്മുടെ ഭയം, എൻ്റെ ഭയം. അടുത്ത സ്റ്റേജിലോട്ട് ഇനി എന്താണ് കിടക്കാൻ പോകുന്നത്? ചുംബന സമരത്തിൽ നിന്നും എന്താണ് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല, എന്താണ് നമ്മുടെ ആൾക്കാർക്ക് പറ്റിയ മൂല്യ ശോഷണം, എന്തു പറ്റി? തീർച്ചയായിട്ടും സാറിനെ പോലുള്ള വ്യക്തികളുടെ ആത്മാർത്ഥമായ ശ്രമം ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഉപകരിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഇത് നവംബറിൽ നടക്കേണ്ട ഒരു പ്രഭാഷണ പരിപാടിയായിരുന്നു. അത് മാറ്റിവെച്ച് ഇന്നത്തേക്ക് നടത്താൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തെറ്റുകൊണ്ടാണോ ഇത് മാറ്റിവെക്കേണ്ടി വന്നത് എന്ന് ഞാൻ ആദ്യം ഒന്ന് ഭയപ്പെട്ടു. പിന്നീട് ഇപ്പോൾ ഇദ്ദേഹം സ്വകാര്യമായിട്ട് അറിയിച്ചു, ഈ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റ് അന്ന് സുഖമില്ലാതെ വരികയും ഇഹലോകവാസം വെടിയുകയും ചെയ്തതിൻ്റെ കാരണത്താലാണ് ഈ പ്രോഗ്രാം അന്ന് നടക്കാതിരുന്നത്. ഇന്ന് ഈ പ്രോഗ്രാം നടക്കേണ്ടിയിരുന്നത് കറക്റ്റ് 9:30 മണിക്കാണ്. ഇപ്പോൾ ഏതാണ്ട് 10:30 മണിയായി. ഞാൻ 480 പേർക്ക് SMS കൊടുത്തത് 9:30 എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടുത്തെ നോട്ടീസും 9:30 ആയിരുന്നു. ഇത്രയും ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ കാരണം, ഡോക്ടർ VP ഗംഗാധരൻ സാറ്, ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ, എല്ലാ വർഷവും ഫെബ്രുവരി മാസം 1-ാമത്തെ ഞായറാഴ്ച രാവിലെ 9 മുതൽക്ക് 12:30 വരെ അദ്ദേഹം ക്യാൻസർ രോഗം ചികിത്സിച്ച് ഭേദമാക്കിയ രോഗികളെയും ഇപ്പോൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന രോഗികളെയും ഒരുമിച്ച് ചേർത്ത് പരസ്പരം ഈ രോഗം ഭേദമാകുന്ന ഒന്നാണ് എന്ന് രോഗികളെ ബോധ്യപ്പെടുത്താൻ ഒരു പരിപാടി ഇന്ന് ഞായറാഴ്ച നടത്തുന്നുണ്ട്. നിർബന്ധമായും എന്നോട് അവിടെ അവർക്കൊരാത്മവിശ്വാസം നൽകാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആലപ്പുഴ ജില്ലാ കോർഡിനേറ്ററായ ശ്രീ ഗോപാലകൃഷ്ണൻജിയും ഇവിടുത്തെ കരയോഗം ഭാരവാഹികളും നിരന്തരം ബന്ധപ്പെട്ടിട്ട് ഇത് 9:30 തന്നെ തുടങ്ങണം, 11 മണിക്ക് എനിക്ക് എറണാകുളം രാമവർമ്മ ക്ലബിലെത്താനുള്ളതാണ് എന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 10:30 മണിയായി. എനിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇനിയുള്ള കുറച്ച് സമയം ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചും അത് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. എന്നെങ്കിലും ഒരു ദിവസം ഈ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിലോ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ജ്യോതിഷത്തെക്കുറിച്ച്, ജ്യോതിഷം നമ്മളുടെ വീടുകളിലുണ്ടാക്കുന്ന പ്രശ്നം, ജ്യോതിഷന്മാർ ഈ ജ്യോതിഷം എങ്ങനെയാണ് തെറ്റായിട്ട് വിവരിക്കുന്നത്, എത്ര അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ അതിനകത്തേക്ക് കുത്തിവിടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ക്ലാസ്, ഒന്നുകിൽ 9 തൊട്ട് 1 മണി വരെ, അല്ലെങ്കിൽ 3 തൊട്ട് 7 വരെ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം
ഏറ്റുമാനൂർ, എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്, ഇവിടെ എല്ലാം 1000-1500 പേര് പങ്കെടുത്ത ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി. ഹിന്ദു ധർമ്മത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് ഒരു മോചനം നേടാൻ ഇന്ന് ഞാൻ ക്ലാസ് എടുത്തതിൻ്റെ കുറവുകളുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ പൈതൃകത്തെയും നമ്മുടെ മൂല്യങ്ങളെയും അറിയുക. എന്താണ് ഭാരതീയ പൈതൃകം? ഒരു വരിയിൽ പറഞ്ഞാൽ നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് വരെ, ജനനം മുതൽക്ക് മരണം വരെ നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള അറിവുകളുടെ സമാഹാരമാണ് ഭാരതീയ പൈതൃകം. ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് വരെ ഹൗ ലോങ് യു ആർ ലിവിങ് എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ളത് ഹൗ യു ആർ ലിവിങ്. ഹൗ ലോങ് യു ആർ ലിവിങ് ഈസ് സെക്കൻഡറി, ഹൗ യു ആർ ലിവിങ് ഈസ് പ്രൈമറി. ആ ഹൗ യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് ഐ ആം ലിവിങ് അല്ലെങ്കിൽ വി ആർ ലിവിങ് ഓർ വി വിൽ ബി ലിവിങ് എ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, fruitful and meaningful life. Useful life, purposeful life, fruitful life and meaningful life. പ്രയോജനപ്രദമായൊരു ജന്മം, ജീവിതം, അല്പമെങ്കിലും ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം, ഫലപ്രദമായൊരു ജീവിതം, അർത്ഥവത്തായൊരു ജീവിതം നയിക്കാൻ, അകത്ത് നിന്ന് നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ, എക്സ്റ്റേണൽ ചേഞ്ചസ് അല്ല, ഇൻറ്റേർണൽ ചേഞ്ചസിന് മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിൽ ജ്ഞാനശക്തിയും ശരീരത്തിൽ ക്രിയാശക്തിയും ഉണ്ടാക്കാനുള്ള അറിവ്. മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരത്തിൽ ക്രിയാശക്തിയും ഉണ്ടാക്കിയിട്ട് നമ്മുടെ മനസ്സിനെ അസതോമാ സദ്ഗമയ, മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള അറിവ്, നമ്മുടെ മനസ്സിനെ തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അറിവ്, മൃത്യോർമ അമൃതം ഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുപോകാനുള്ള അറിവ്. ഒന്നുകൂടി പറയാം, ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ്, ഗുഡ് മൈൻഡ് ടു ബെറ്റർ മൈൻഡ് ആൻഡ് ബെറ്റർ മൈൻഡ് നിയറർ ടു ദി ബെസ്റ്റ് മൈൻഡ്. അസതോമ സദ്ഗമയ. നമ്മുടെ ജീവിതത്തെ തിന്മകളിൽ നിന്ന് ഉയർത്തി നന്മകളിലേക്ക്, ഫ്രം യെസ്റ്റർഡേ ടു ടുഡേ ആൻഡ് ഫ്രം ടുഡേ ടു ടുമാറോ, ഫ്രം പാസ്റ്റ് ടു പ്രസൻറ്റ് ആൻഡ് ഫ്രം പ്രസൻറ്റ് ടു ഫ്യൂച്ചർ. എത്രത്തോളം തിന്മകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമോ അത്രയും ഒഴിവാക്കി, അല്ലെങ്കിൽ അത്രയും തിന്മകൾ കുറച്ച്. നമ്മുടെ മനസ്സിൽ നിന്ന് തിന്മകൾ ഇല്ലാതെയാക്കാൻ പറ്റില്ല, നമ്മൾ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ തിന്മകളുടെ അളവ് കുറച്ച് അവിടെ നന്മകളുടെ അളവ് കൂട്ടാൻ സാറൊരു കഥ പറയുകയുണ്ടായി. സ്നേഹത്തിൻ്റെയും ഈഗോയുടെയും. നമ്മുടെ മനസ്സിൽ തിന്മ എന്ന് പറയുമ്പോൾ വാശി, പക, വിദ്വേഷം, അഹങ്കാരം, അസൂയ, അതുപോലെ തന്നെ ധാർഷ്ട്യം, ഭയം, ദുഃഖം, വേണ്ടാത്തതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലുള്ളത് തിന്മ. അതേ മനസ്സിൽ
സ്നേഹം, ബഹുമാനം, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം. അപ്പോൾ മനസ്സിനെ അസതോമാ സദ്ഗമയ, അതേ മനസ്സിനെ തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതേ മനസ്സിനെ 85 വയസ്സ് വരെ ജീവിക്കുന്ന നമ്മൾ ഏകദേശം 28,000 ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ഫുൾ ആക്കാൻ നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്താനുള്ള, ആ മനസ്സിൽ മാറ്റം വരുത്തിയാൽ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരും. ആ മനസ്സിൽ മാറ്റം വരുത്തി, ചിന്തകളിൽ മാറ്റം വരുത്തി, ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ മാറ്റം വരുത്തിയാൽ ചേഞ്ചിങ് ദ മൈൻഡ് will automatically result in the change of the thoughts, and the change of the thoughts will automatically reflect in the change of the action. നമ്മുടെ ആക്ഷൻ മാറിയാൽ അതിൻ്റെ റിസൾട്ടും റിവാർഡും ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. അപ്പോൾ ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കിയാൽ ബാഡ് തോട്ട്സ് ഗുഡ് തോട്ട്സ് ആവും, ബാഡ് ആക്ഷൻ ഗുഡ് ആക്ഷൻ ആകും, ബാഡ് റിസൾട്ട് ഗുഡ് റിസൾട്ട് ആവും, ബാഡ് റിവാർഡ് ഗുഡ് റിവാർഡാവും. അപ്പോൾ ഈ ഭാരതീയ പൈതൃകത്തിൻ്റെ അറിവ് അതെവിടെയുള്ളത്? എന്താ ഭാരതീയ പൈതൃകത്തിൻ്റെ അറിവുകൾ? ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ. ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, നമ്മുടെ ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥങ്ങളിലുള്ള കഥകൾ, ഗ്രന്ഥങ്ങളിലുള്ള അനുഭവങ്ങൾ, ഗ്രന്ഥങ്ങളിലുള്ള ഉപദേശങ്ങൾ, ഗ്രന്ഥങ്ങളിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത